പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. ഇന്നേ ദിവസം കർത്താവിന് ഹിതകരമായ ഒരു ജീവിതത്തിനായി ദൈവപാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു വലിയ വർക്ക്ഷോപ്പിലെ സാധാരണ മെക്കാനിക്കായിരുന്നു ആൻഡ്രൂ. ഭക്തനായിരുന്ന ആൻഡ്രൂ തൻ്റെ പണിസ്ഥലത്ത് ഒരു ബൈബിൾ സൂക്ഷിച്ചിരുന്നു. ഉച്ചഭക്ഷണത്തിനുള്ള ഇടവേളയിൽ അവൻ ഒരു ഒഴിഞ്ഞ മൂലയിൽ പോയിരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ശ്രദ്ധിച്ച അവൻ്റെ സൂപ്പർവൈസർ അവനോട് ചോദിച്ചു, ബൈബിൾ എഴുതിയത് ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. ഈ പഴഞ്ചൻ പുസ്തകത്തിൽ നിന്ന് എന്ത് നന്മയാണ് നീ പ്രതീക്ഷിക്കുന്നത്? ആൻഡ്രൂ ഒരു നിമിഷം ആലോചിച്ചു. അതിനുശേഷം ആ എഞ്ചിനീയറുടെ മുഖത്തേക്ക് നോക്കി. സർ, താങ്കൾ കണക്ക് കൂട്ടുവാൻ ഗുണനപ്പട്ടിക വളരെയധികം ഉപയോഗിക്കാറില്ലേ? ഉണ്ടെന്ന് എഞ്ചിനീയർ സമ്മതിച്ചു. അത് എഴുതിയത് ആരാണെന്ന് അറിയാമോ? ആൻഡ്രൂ ചോദിച്ചു. ഇല്ല, പക്ഷേ അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു, എഞ്ചിനീയർ മറുപടി നൽകി. ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു അതേ കാരണത്താലാണ്, അത് പ്രവർത്തിക്കുന്നു, ആൻഡ്രൂ പറഞ്ഞു. മറ്റൊരു ദിവസം അവരുടെ പണിശാലയിൽ പുതിയൊരു യന്ത്രം സ്ഥാപിച്ചു. എന്നാൽ ആ യന്ത്രം പ്രവർത്തിപ്പിക്കുവാൻ അവിടെ ആർക്കും അറിയില്ലായിരുന്നു. എഞ്ചിനീയറും മറ്റ് വിദഗ്ധ തൊഴിലാളികളും ശ്രമിച്ച് പരാജയപ്പെട്ടു. ആൻഡ്രൂ തൻ്റെ ഉച്ചസമയത്തെ പ്രാർത്ഥനയിൽ ആ വിഷയം ദൈവമുമ്പാകെ സമർപ്പിച്ചു. പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു ചുവന്ന സ്വിച്ച് അവൻ്റെ മനസ്സ് തെളിഞ്ഞു വന്നു. ജോലി തുടങ്ങിയപ്പോൾ ആൻഡ്രൂ എഞ്ചിനീയറോട് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ തനിക്കും ഒരവസരം നൽകണമെന്ന് അപേക്ഷിച്ചു. ആൻഡ്രൂ ചുവന്ന സ്വിച്ച് കണ്ടെത്തി അമർത്തിയപ്പോൾ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തനം 19:8. അനുഗ്രഹീതമായ ഈ സംഭവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എക്കാലത്തും പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ശ്രദ്ധ കൊടുക്കുന്ന ദൈവഭക്തിയോടെ നാം ജീവിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും എന്നത് നിസ്തർക്കമായൊരു കാര്യമാണ്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു വചനചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസിയുമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ദുർഘടവേളയെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക എന്ന് 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതി അറിയിക്കുകയും അതേ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചും വിശ്വാസത്യാഗികളെക്കുറിച്ചും വിവരിക്കുകയാണ്. ഏതൊക്കെ നിലയിലാണ് വിശ്വാസത്യാഗം സംഭവിക്കാൻ പോകുന്നത്, വിശ്വാസത്യാഗികളുടെ പ്രധാനപ്പെട്ട സ്വഭാവ രീതികളും ദുരുപദേഷ്ടന്മാരെക്കുറിച്ചും ആ ഭാഗത്ത് 9-ാം വാക്യം വരെ രേഖപ്പെടുത്തിയ ശേഷം 10-ാം വാക്യത്തിൽ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ കാഴ്ചപ്പാടുകളും തൻ്റെ ആത്മജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെക്കുറിച്ച് തന്നെ പറയുകയാണ്. മാത്രമല്ല, ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഈ അഭക്തരുടെ വിശ്വാസത്യാഗിയുടെ നടുവിൽ സത്യത്തിന് വേണ്ടി വിശ്വാസ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ തിമോഥെയോസിനെ ഉത്ബോധിപ്പിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ തിമോഥെയോസിൽ ചെറുപ്രായം മുതൽ താൻ അനുഭവിച്ചതും നിലനിർത്തി പോരുകയും തൻ്റെ ആത്മജീവിതത്തിന് ഗുണകരമായ നിലയിൽ കരുതി പോരുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യത്തെ ശ്ലാഘിച്ച് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിപ്രകാരമാണ്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ആ അനുഭവം തുടങ്ങിയത് വളരെ ചെറുപ്രായം മുതലാണ്. തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും, അപ്പോൾ ബാല്യം മുതൽ തിരുവെഴുത്തുമായുള്ള ഒരു അഭേദ്യ ബന്ധം തിമോഥെയോസിനുണ്ടായിരുന്നു എന്നും അങ്ങനെ നീ പഠിച്ചും നിശ്ചയവും പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക എന്ന് പ്രത്യേകമായി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. തിമോഥെയോസിനോട് ഈ വാക്ക് പറയുമ്പോൾ നമുക്കറിയാം തിമോഥെയോസിൻ്റെ ജീവിത പശ്ചാത്തലം.
തൻ്റെ വല്യമ്മയിൽ നിന്നും തൻ്റെ അമ്മയിൽ നിന്നും തനിക്ക് ലഭിച്ച ആത്മീയ പൈതൃകം 1-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നല്ല ആത്മീയ പൈതൃകത്തിൽ വളർന്നു വന്നതുകൊണ്ടും തലമുറകളെക്കുറിച്ച് ദർശനമുള്ള മാതാപിതാക്കൾ തലമുറകൾക്ക് പകർന്നു കൊടുത്ത ഒരു ആത്മീയ സ്വത്തായിരുന്നു തിരുവെഴുത്തുമായുള്ള ബന്ധം. തിമോഥെയോസിന് അത് ചെറുപ്രായം മുതൽ, ബാല്യം മുതലേ ഒരു അനുഭവേദ്യമായ അനുഭവമായിരുന്നു. തിരുവെഴുത്തുമായുള്ളൊരു അഭേദ്യ ബന്ധം, അത് വായിക്കുകയും പഠിക്കുകയും അത് ഗ്രഹിക്കുകയും ആ തിരുവെഴുത്ത് വായിക്കുക മാത്രമല്ല അതിൽ നിശ്ചയം പ്രാപിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ശ്ലാഘനീയമായ ആ അനുഭവം തിമോഥെയോസിൽ ഉറപ്പേറിയ ചില ആത്മീയ അനുഗ്രഹത്തിന് നിദാനമായി തീർന്നു, കാരണമായി തീർന്നു എന്ന് തിമോഥെയോസിനെ പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുക. ശ്ലാഘനീയമായ പദങ്ങൾ അദ്ദേഹത്തെ ഓർപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അപ്പോസ്തലനായ പൗലോസ് തിരുവെഴുത്തിനെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാട് പറയുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രീത്തഡ്. അപ്പോൾ ദൈവത്തിൽ നിന്നും വന്നതാണ് ദൈവവചനം. ദൈവത്തോളം മഹത്വം, ദൈവത്തോളം അധികാരവും ആധികാരികതയും ദൈവവചനത്തിനുണ്ട്, തിരുവെഴുത്തിനുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട തിരുവെഴുത്തിൻ്റെ സാധ്യതകൾ, ദൈവത്തിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. അപ്പോൾ സത്യത്തിൻ്റെ പ്രമാണത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും ഒരുവനെ നയിക്കുകയും ദൈവം മനുഷ്യന് നൽകിയ രക്ഷാപദ്ധതിയെ തിരിച്ചറിയുവാനും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരുവനെ സ്ഥായി അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നത് ദൈവവചനമാണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. 2, സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാക്കുന്നത് ദൈവവചനമാണ്. സൽപ്രവൃത്തികൾ, ഗുഡ് വർക്ക്സ് എന്ന് രേഖപ്പെടുത്തുക, അതിന് ഒരുവനെ പ്രാപ്തനാക്കുന്നത്, തികഞ്ഞവനാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെ തികഞ്ഞവനാക്കുവാൻ വചനം ഒരുവനെ ഉപദേശിക്കുന്നു, ശാസിക്കുന്നു, ഗുണീകരണം ചെയ്യുന്നു, കറക്ഷൻ, തിരുത്തലുകൾ. അതുപോലെ 4-മതായി സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകുവാൻ ഒരുവനെ നീതിയിൽ അഭ്യസനം കൊടുക്കുന്നു. അപ്പോൾ ഉപദേശിക്കുന്നു, ശാസിക്കുന്നു, ഗുണീകരിക്കുന്നു, നീതിയിൽ അഭ്യസനം കൊടുക്കുന്നു. ഒരുവനെ തികഞ്ഞവനാക്കുവാൻ, സൽപ്രവൃത്തികൾക്കൊരുവനെ യോഗ്യനാക്കുവാൻ ഒരുവനിൽ തിരുവെഴുത്ത് ചെലുത്തുന്ന അനുഗ്രഹീതമായ സ്വാധീനം ഇവിടെ അപ്പോസ്തലൻ വിവരിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും ദൈവവചനത്തെ ചേർത്ത് പിടിച്ച, ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തിയ ഭക്തന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് പ്രത്യേകം 7-ാം അധ്യായം, എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, 1, തിരുവെഴുത്തുകളെ താൻ പരിശോധിക്കുന്നത് നിരന്തരമായൊരനുഭവമായിരുന്നു. 2, അങ്ങനെ തിരുവെഴുത്തുകളെ പരിശോധിച്ച് താൻ കണ്ടെത്തിയ ആത്മീയ സത്യങ്ങളെ അനുസരിച്ച് നടന്നിരുന്നു. 3, ദൈവത്തിൻ്റെ വചനത്തിലെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഇസ്രായേൽ ജനത്തിന് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ തിരുവെഴുത്തിനോട് ബന്ധത്തിൽ തിരുവെഴുത്തിനെ പരിശോധിക്കുന്നു, തനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ സത്യങ്ങളെ അനുസരിച്ച് നടക്കുന്നു. 3, അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അനുഗ്രഹീതമായ നിലയിലുള്ള തിരുവെഴുത്തുമായുള്ളൊരു ഭേദ്യ ബന്ധം ഇസ്രായേൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 12-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എത്ര മനോഹരമാണ്. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനത്തെ നോക്കിക്കാണുന്ന ദൈവഭക്തന്മാരുടെ ചരിത്രമാണ് നമുക്ക് തിരുവെഴുത്തിലുടനീളം കാണാൻ കഴിയുന്നത്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 147, 148 വാക്യങ്ങളിൽ, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ 119-ാം സങ്കീർത്തന 11-ാം വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനം ഉള്ളിൽ സംഗ്രഹിക്കുന്നു എന്ന് വായിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും തിമോഥെയോസൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ കണ്ട കാഴ്ചപ്പാടുകൾ ഉദാത്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും വചനത്തിൽ ആനന്ദം കണ്ടെത്തിയ ഭക്തന്മാർ. നാം വായിച്ച ദൈവവചനത്തിൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതും ഒരുവനെ സൽപ്രവൃത്തിക്ക് തികഞ്ഞവനാക്കുന്നതും തിരുവെഴുത്താണ്. ഉപദേശിക്കുന്നു, ശാസിക്കുന്നു, ഗുണീകരിക്കുന്നു, നീതിയിൽ അഭ്യസനത്തിലേക്ക് അവനെ എത്തിക്കുന്നു. ഈ തിരുവചനത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാം, അവയെ പരിശോധിക്കാം, അവയെ അനുസരിച്ച് നടക്കാം, അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കാം. നിശ്ചയമായും അത് നമ്മെ അനുഗ്രഹീതമായ ഒരു നിലയിലേക്ക് എത്തിക്കും.
സമൂഹം ദൈവത്തിന് വഴിവിട്ടു പോകുമ്പോൾ, സമൂഹം വിശ്വാസത്യാഗികളായി തീരുമ്പോൾ, വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളെ തള്ളിക്കളയുമ്പോൾ, അപകടകരമായ ഒരു നിലയിലൂടെ ജനം മുന്നോട്ട് പോകുമ്പോൾ, തിരുവെഴുത്തുമായുള്ള ബന്ധം, ദൈവത്തിൻ്റെ വചനവുമായുള്ള ബന്ധം, ദൈവനിശ്വാസിയുമായ ബന്ധമാണ് നമ്മെ ആത്മീയ അനുഭവത്തിൽ ഉറപ്പുള്ളവരാക്കി നിർത്തുന്നത്. അങ്ങനെയുള്ളൊരനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിപ്പാൻ, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ദൈവത്തിനുമായുള്ള ബന്ധം എക്കാലത്തും നമ്മെ ഉറപ്പോടെ നിർത്തും. അതനുസരിച്ച് നടക്കാം, അത് മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. ഒരു അനുഗ്രഹീതമായ തലമുറ, അനുഗ്രഹീതമായ ആത്മീയ ജീവിതം അതിലൂടെ കൈവരിക്കുവാൻ പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ശക്തി അത് രൂപാന്തരത്തിൻ്റെ ശക്തിയാണ്. പലരും പരാജയപ്പെട്ട സ്ഥാനത്ത്, നിയമങ്ങളും പരിരക്ഷകളും ഒക്കെ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനമാണ് അനേകം രൂപാന്തരപ്പെടുന്നത്. അതിനായി നമുക്ക് പ്രത്യാശിക്കാം, പകർന്നു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.